പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരിക്കൽ സെയ്ദ് ബിൻ സാന എന്ന് പേരുള്ള ഒരു ജൂത പുരോഹിതൻ അടുത്ത് നിൽക്കുമ്പോൾ കുറേ ദൂരത്ത് നിന്ന് ഒരു ഗ്രാമീണ അറബി വരിക. അയാൾ ഓടി വന്നിട്ട് പറഞ്ഞു, നബിയെ, ഇവിടെ കുറേ ആളുകൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്, അവർക്ക് എന്തെങ്കിലും സഹായം നമ്മൾ ചെയ്തു കൊടുക്കണം. ഒരു പട്ടിണിയുടെ ഒരു കാലമാണ്, ക്ഷാമകാലമാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോടൊക്കെ ചോദിച്ചു, ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തുവിടാൻ എന്തെങ്കിലും ഉണ്ടോ, അവരെ നമുക്ക് സഹായിക്കാം. അപ്പം ആരുടെയിലൊന്നുമില്ല. അപ്പോൾ ജൂത പുരോഹിതൻ പറഞ്ഞു, എൻ്റെ കയ്യിലുണ്ട്, ഞാൻ തരാം, പക്ഷെ കടമായേ തരൂ, എനിക്ക് തിരിച്ചു തരണം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൽ നിന്ന് പണം വാങ്ങി ഈ ഗ്രാമീണ അറബിക്ക് കൊടുത്തുവിട്ടു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു, അല്ലെങ്കിൽ കുറച്ച് കാലങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അവധി തീരുമാനിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ നിശ്ചയിച്ചുകൊണ്ടാണ് ആ ജൂത പുരോഹിതനിൽ നിന്ന് കടം വാങ്ങിയിരുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ അന്നത്തെയും ഇന്നത്തെയും ഖബർസ്ഥാനായ ബഖീ ഖബർസ്ഥാനിൽ ഒരു സ്വഹാബി മരണപ്പെടുകയും അദ്ദേഹത്തിൻ്റെ ജനാസ ഖബറടക്കാൻ വേണ്ടിയിട്ടുള്ള ഖബർ ശരിയാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യാണ് എല്ലാവരും കൂടെ കൂടി. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്പം വിട്ടു നിൽക്കുന്ന സമയത്ത് ഈ ജൂത പുരോഹിതൻ അവിടേക്ക് വളരെ വേഗത്തിൽ വന്നു. എന്നിട്ട് ജൂത പുരോഹിതൻ ഓടി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുപ്പായ മാറിന് പിടിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തള്ളി. നബി തിരിച്ചു കൊടുക്കേണ്ട സമയം എത്തിയിട്ടില്ല, കടം വാങ്ങിയത് അവധിയായിട്ടില്ല. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ കൂടി പറഞ്ഞു, അബ്ദുൽ മുത്തലിബിൻ്റെ മക്കളൊക്കെ ഇങ്ങനെയാണ്, കടം വാങ്ങിയാൽ അത് തിരിച്ചു കൊടുക്കൂല എന്ന് പറഞ്ഞു. ഇത് കണ്ട് ഉമർ റളിയല്ലാഹു അൻഹു അവിടേക്ക് വന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കണ്ണുകൾ ചുവന്നു തൊടുത്തു എന്നാണ്. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിൻ്റെ ശത്രു, നീ ആരോടാണ് ഈ സംസാരിക്കുന്നതെന്നറിയോ എന്ന് ചോദിച്ചു. പക്ഷെ അവിടെ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമറെ, നീ അടങ്ങ്, വാങ്ങുന്ന ആൾക്കും കൊടുക്കുന്ന ആൾക്കും കടമിടപാടിൽ ചില മര്യാദകളുണ്ട് എന്നും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടിച്ചേർത്തു. അതോടൊപ്പം ഇത്രയെല്ലാം നബിയെ ചെയ്തിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ചു എന്നാ, മറുത്തൊന്നും പറഞ്ഞില്ല. ഇയാൾ പിടിച്ചു തള്ളിയിട്ടും ഒന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിക്കുകയല്ലാതെ വേറൊന്നും ചെയ്തില്ല. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഉമർ, നീ ഇദ്ദേഹത്തിൻ്റെ കടം വീട്ടുക. അതോടൊപ്പം രഹസ്യമായി ഉമറിനോട് പറഞ്ഞു, 20 സ്വാഅ് കൂടി അധികം നീ അദ്ദേഹത്തിന് കൊടുക്കണം. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ കടം എത്രയാണോ അത് വീട്ടിക്കൊടുക്കുകയും അതോടൊപ്പം 20 സ്വാഅ് കൂടി അധികം നൽകുകയും ചെയ്തു. അപ്പോൾ അയാൾ ചോദിച്ചു, എൻ്റെ കടം തിരിച്ചു കിട്ടിയല്ലോ, ഇനി എന്തിനാണ് അധികം? അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, അള്ളാഹിൻ്റെ ദൂതൻ എന്നെ പറഞ്ഞു വിടുമ്പോൾ എന്നോട് പറഞ്ഞിരുന്നു, ഉമർ പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, ഉമർ പറഞ്ഞ ഒരു മോശമായ വാക്ക്, അള്ളാഹുവിൻ്റെ ശത്രു എന്ന് വിളിച്ചുകൊണ്ട് സംസാരിച്ച ഒരു ശകാരം, അതിനു പകരമായി 20 സ്വാഅ് കൂടി നൽകണം എന്ന് പറഞ്ഞത് കൊണ്ടാണ് അത് അധികം തന്നത് എന്ന്. ഇത് കേട്ടപ്പോൾ ആ ജൂത പുരോഹിതൻ പറഞ്ഞ ഇതാണ്, ആ പ്രവാചകനെ ഒറ്റ നോട്ടത്തിൽ കണ്ടപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു പ്രവാചകനാണ് എന്നെനിക്ക് മനസ്സിലായിരുന്നു. പക്ഷെ ഞാൻ അവിടെ വന്നതും നബിയെ പിടിച്ചു തള്ളിയതുമൊക്കെ ഒരു പ്രവാചകനിൽ ഉണ്ടാകേണ്ട അവധാനതയുണ്ടോ എന്നറിയാൻ, ഹിൽമുണ്ടോ എന്നറിയാൻ, അത് പരീക്ഷിച്ചറിയാനാണ് ഞാൻ അങ്ങനെ എല്ലാം ചെയ്തത് എന്ന് അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല, ഉടനെ തന്നെ അദ്ദേഹം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചെല്ലുകയും ഷഹാദത്ത് ചൊല്ലി ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. ഇത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു ഹിൽമാണ്, അവധാനതയാണ്. ഇതുണ്ടാകണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ആവശ്യപ്പെടുന്നത്.